അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താണ്ട് ഒരു ഫ്ലോപ്പായ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വരുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ ഇങ്ങനെ ദുബായിൽ കിടന്നിട്ട് ദുബായ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാതിരുന്നാൽ എങ്ങനെ അല്ലേ? വെറും സിമ്പിളാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ പിസ്തയും അതുപോലെ കുനാഫ ഡഫ് ഉണ്ടെങ്കിൽ കുനാഫ ഡഫ് തന്നെ വേണമെന്നില്ല. ഞാനിവിടെ തേക്കുന്ന വെർമിസെല്ലിയുടെ ഡഫാണ് കേട്ടോ. ഇത് ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആദ്യമേ പിസ്താശോ കുറച്ച് ഫ്രഷ് ക്രീമും പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ദാണ്ട് ഇത് കുനാഫ ഡഫോ അല്ലെങ്കിൽ സേമിയയുടെ ഇതുപോലത്തെ ചെറുതായിട്ട് പൊടിയായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പിസ്താശയില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒന്നുമില്ല, നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് സിറപ്പാണ് എന്നെ ചതിച്ചത്. കാരണം സിറപ്പല്ലായിരുന്നു, നമ്മൾ പകരം ഏതെങ്കിലും ചോക്ലേറ്റ് മെൽറ്റഡ് ആക്കിയിട്ട് അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് സെറ്റ് ആവണമായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് കട്ടിയായി വരുമല്ലോ, അതിൻ്റെ മുകളിലേക്ക് വേണമായിരുന്നു ഈ പിസ്താഷ്യോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ട് ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാമായിരുന്നു. പക്ഷേ ആ ഒരു ദുബായ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗുമ്മ് കിട്ടണമായിരുന്നെങ്കിൽ സെറ്റ് ചെയ്ത് കഴിക്കുന്നതായിരുന്നു കേട്ടോ കൊള്ളാവുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.